അയ്യപ്പ ഭക്തി മനസ്സിൽ നിറയ്ക്കുന്നതിൽ ഭക്തിഗാനങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. പണ്ട് തൊട്ടേ നമ്മൾ കാസറ്റുകളിലൂടെ പിന്നീട് CD-കളിലൂടെയൊക്കെ കേട്ട പാട്ടുകൾ പിന്നീട് ദൃശ്യവൽക്കരിച്ച് കണ്ടപ്പോൾ തീർത്ഥാടകർക്ക് ശബരിമല യാത്രയ്ക്കിടെ ഒരു പുതിയ അനുഭവം തന്നെയായിട്ടുണ്ട്. അത്തരത്തിൽ മലയാളത്തിലെ ആൽബം ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന അത്തരത്തിൽ ചരിത്രം കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അതിമനോഹരമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ലിൻസൺ കണ്ണമാലി. ലിൻസൺ ചേട്ടാ സ്വാഗതം. അതായത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവര് ഒരുപക്ഷെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടുള്ളവർക്ക് അത്രയും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അയ്യപ്പ ഡിവോഷണൽ സോങ്സ് ഇന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പലപ്പോഴും നമ്മൾ TV ചാനലുകളിൽ കാണുന്ന എത്രയോ ഹിറ്റ് പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ലിൻസൺ ചേട്ടൻ. ആദ്യമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള അയ്യപ്പ ഡിവോഷണൽ സോങ് ഏതാണ്? അയ്യനായിരുന്നു 2005. അയ്യൻ MG ശ്രീകുമാർ സാറ് പാടി അത് വളരെ ഹിറ്റ് പാട്ടാണ്. അതായത് പമ്പവിളക്കിന് പപ്പടം കാച്ചൻ അമ്പിളി മാമൻ വന്നല്ലോ, പായസം ദുർഗ പള്ളി നിലാവുന്നല്ലോ. അത് അതിരപ്പള്ളിയിലാണോ ഷൂട്ട്? അതിരപ്പള്ളി, കുത്തിന് താഴെ, അങ്ങനെ ആ പരിസര പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളച്ചാട്ടങ്ങളും കുറേ അധികം സ്വാമിമാരൊക്കെ അന്നതൊരു ആഘോഷം തന്നെയാണല്ലോ. അയ്യോ, അത് ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ. ഒരുപാട് ആൾക്കാരും അന്ന് തുടക്കമായിരുന്നു ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് ചെയ്യുന്നത്. അന്ന് അത്രയും മത്സരാത്മകമായി തുടങ്ങിയിട്ടില്ല. കാരണം ആൽബങ്ങളൊക്കെ ഇതൊക്കെ അറിഞ്ഞു പിടിച്ച് വരുന്നേ ഉള്ളൂ. ടെലിവിഷൻ ചാനലുകളിൽ സ്ഥിരമായിട്ട് പാട്ടുകൾ കാണിക്കും. നമ്മൾ ഓർക്കേണ്ട പേര് സജിതൻ എന്ന പ്രൊഡ്യൂസറുണ്ട്, MC സജിതൻ ചേട്ടൻ. പുള്ളിനെ ഓർക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകൾ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. MG അണ്ണൻ്റെ മ്യൂസിക്, കൈതപ്പം തിരുമേനി, ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെയുള്ള കുറേ നല്ല എഴുതിയ പാട്ടുകൾ തന്നെ നന്നാകാൻ നേരത്തെ തന്നെ നമുക്ക് പകുതി പണി തീർന്നു കിട്ടി. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സജിൻ ചേട്ടൻ ഒരു കോംപ്രമൈസും പരിപാടികളല്ല, എന്തൊക്കെ വേണം എന്നുള്ള സെറ്റപ്പും കാര്യങ്ങളും. എന്നാൽ ശബരിമല സന്നിധാനത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറേ ആളുകളായിട്ട് ആളുകളും പിന്നെ അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം, എക്യുപ്മെന്റ്സ്. ഇപ്പോഴാണ് ഡ്രോണിന്റെ ഒക്കെ സൗകര്യം വന്നത്. അന്ന് വലിയ ക്രെയിനിട്ട് ഇതൊക്കെ ആയിട്ട് പോവാണ് മലകൾ താണ്ടി. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു അഭിമുഖത്തിൽ ഒരു പക്ഷെ പറയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്, അങ്ങനെ നമുക്ക് ഓർക്കാൻ സാധിക്കും എന്നുള്ളത്. അന്ന് വലിയ ആവേശമാണ്. പിന്നെ അഭിനയിക്കാൻ താല്പര്യമായിട്ട് വരുന്നവര് ടെക്നീഷ്യൻസ്. ലിൻസൺ ചേട്ടൻ്റെ കൂടെ ഇപ്പൊ നമ്മള് അയ്യൻ എന്ന ആൽബത്തിലെ പാട്ടാണ്. അതിൽ തന്നെ മലയിൽ ആളൊഴിയുന്നു മഞ്ചലിൽ എന്നൊരു പാട്ട് കൂടി MG ശ്രീകുമാർ സാർ. പിന്നീട് നെക്സ്റ്റ് ഇയറിൽ പൂങ്കെട്ട് എന്നൊരു, അത് കൈതപ്രം സാറാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. അതെ, കുറെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ, പിന്നെ മുകുന്ദൻ ചേട്ടൻ, പിന്നെ MG അണ്ണൻ സ്ഥിരമുണ്ട് നമുക്ക്. അത് നല്ല വൈഡായിട്ട് ചെയ്താണ്. പാലക്കാടാണ് ഷൂട്ട് ചെയ്തത്. പാലക്കാട് ധോനി എന്ന് പറഞ്ഞ പൂങ്കെട്ട് കെട്ടി ആ പരിസരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഉള്ളൊരു അഗ്രഹാരം, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അതും നല്ല ഇതായിട്ട് നല്ല റീച്ച്. മുത്ത് മുത്ത് അയ്യപ്പ നല്ല പാട്ട്, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ, ഫാസ്റ്റ് നമ്പേഴ്സും ചന്ദ്രകാന്തം അയ്യപ്പ അതുണ്ടായിരുന്നു. എല്ലാം പല ടൈപ്പിലാണ്. അത് ഫാസ്റ്റ് നമ്പറാണ് മെയിനായിട്ട് ഇടിച്ചു കയറി നിൽക്കുന്നത്. അതായത് സ്പോട്ട് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ മോണിറ്റർ നോക്കിയിട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ വലിയ സാങ്കേതികത്വം ഇല്ലാത്ത സമയത്തായിരുന്നു ഇത് കൃത്യമായിട്ട് അല്ലെ ഫ്രെയിം ഫിക്സ് ചെയ്ത് ചെയ്യുന്നൊരു. പിന്നെ ഇത്രയും ആൾക്കാരും പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ പിന്നീട് ദക്ഷിണഗംഗ എന്നൊരു ആൽബം ഉണ്ട്. അത് വയലാർ ശരത്ചന്ദ്ര സാറാണ് എഴുതിയിരിക്കുന്ന പാട്ടുകൾ. അതിലാണ് പൊന്മലയിൽ വാഴും മണികണ്ഠൻ. ആ പാട്ട് എനിക്ക് തിരുവനന്തപുരം വിഴിഞ്ഞം ബീച്ച് ആ ഏരിയകളൊക്കെ ഇന്നും ആ പാട്ട് ആളുകൾ യൂട്യൂബിലൊന്നും ഒരു പക്ഷേ എടുത്ത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലോട് കാണുകയാണെങ്കിൽ വൈഡ് റേഞ്ചിൽ സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൽബമാണ് പാട്ട്. നല്ല രസമായിരുന്നു. അതെ. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ആക്ടർ ജോജു അദ്ദേഹമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അറുമുഖനൊക്കെ അവിടെ എരുമേലില് ഞാൻ വലിയ നല്ല ഓർമ്മയാണ് അതൊക്കെ. പിന്നെ അത് മണിക്കുട്ടന്റെ ഒരു പാട്ടുണ്ട്, അതാണ് നമ്മള് ശബരിമലയിൽ ചെയ്തത്. മല കയറി അവിടെ സന്നിധാനത്ത് പോയി ശയനപ്രദക്ഷിണം ചെയ്യുന്നൊക്കെയുണ്ട്. പതിനെട്ടാമ്പടി കയറുന്ന ഷോട്ടുകളൊക്കെ അതായത് അന്ന് കുറച്ചുകൂടി ഈസിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറേയും കൂടെ നിയമവും അതിനുള്ള നിബന്ധനകളും കൂടി വന്നുകൊണ്ട് റെസ്ട്രിക്ഷൻസ് കൂടും. ഒരുപാട് യൂട്യൂബ് ചാനലുകളായി, ടെലിവിഷൻ ചാനലുകളായി. അത്രയും ആൾക്കാരൊന്നും ഷൂട്ടിങ്ങിന് പോകുന്നില്ല. 2, 5, 6 കമ്പനികളായിട്ട് എനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കാത്തിരിക്കുകയാണ് ആളുകൾ. പിന്നെ വീഡിയോ CD പൈസ കൊടുത്ത് വാങ്ങി വീട്ടിലിട്ട് കാണുന്ന ഒരു സമയമുണ്ടല്ലോ. അന്ന് യൂട്യൂബ് തിരക്കൊന്നും വന്നിട്ടില്ല. അന്ന് ഈ CD-കൾ നല്ല രീതിയിൽ പോകും. എനിക്കതിൽ ലിൻസൺ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട്
എന്ന് തന്നെ പറയണം. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആൽബംസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ലിൻസൺ ചേട്ടൻ തന്നെ ആയിരിക്കണം. മറ്റൊരാളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയും കണ്ടിന്യൂസ് ആയിട്ട് കൃഷ്ണന്റെ പാട്ടുകൾ, ദേവിയുടെ പാട്ടുകൾ, മറ്റെല്ലാവരും മുരുകന്റെ പാട്ടുകൾ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? പിന്നെ ദക്ഷിണേന്ത്യക്ക് ശേഷം പിന്നെ ഏതാണ്? അതിനുശേഷം ശബരി ചെയ്ത്, പിന്നെ മറ്റേ ഒപ്പത്തിലെ മീനാക്ഷിനെയൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ കുറെ പാട്ടുകളുണ്ട്. ചെയ്തിട്ടുണ്ട്. അച്ഛനൊരു മലയുണ്ട് കൈലാസം ഒക്കെ ആണോ? അതൊക്കെ ഉണ്ട്. ഡാൻസ് നമ്പേഴ്സ്, ഡാൻസ് എൻ്റെതുണ്ട്. അയ്യപ്പത്തിന്തകത്വം, പിന്നെ അനഗേനെയൊക്കെ വെച്ചിട്ട് സാനി അയ്യപ്പനൊക്കെ വെച്ചിട്ടിടണം ചെയ്തിട്ടുണ്ട്. അത് ബോട്ടിലാണ്. കാര്യം ബസ്സും ട്രാവലറൊക്കെ കഴിഞ്ഞിന്. പിന്നൊരു കാര്യം പറ്റേ, വേണുനാഗവള്ളി സാറ് അതൊരു വലിയ ഓർമ്മയാണ്. അദ്ദേഹം ഒരു തോണിയില് പുലിമകളിൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നു അല്ലെ? നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോ അവരൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. ഭയങ്കര ഭാഗ്യമല്ലേ. ഞാൻ പറയട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അയ്യോ ആ പേര് പറഞ്ഞില്ലല്ലോ ഒരു പക്ഷെ തോന്നുന്നു. പേരുകളുണ്ട്. സംഗീതം നൽകിയവര്, ക്യാമറ വർക്ക് ചെയ്തവര്, പാട്ട് എഴുതിയവര്, അഭിനയിച്ചവര്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ, ഇതൊരു ഒരു ഡയറക്ടർ എന്നുള്ള ലെവലില് ഒരു ജോലി ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഒരു ഭക്തിയോടുകൂടി തന്നെ അത് ചെയ്യാൻ അന്ന് സാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ശബരിമലയിൽ പോവുക, അതൊരു വ്രതനിഷ്ഠയോട് കൂടിയിട്ടാണല്ലോ അവരോട് പോകുന്നത്. അപ്പൊ അതിനെ എത്രത്തോളം ഭക്തിപൂർവ്വം തന്നെയാണ് സമീപിക്കാറുള്ളത്. പിന്നെ അമ്പലങ്ങളിൽ പോകുന്നതും ഈ മല കയറുന്നതും നമ്മൾ ആ ചിട്ടയോടെ തന്നെയാണ് പോകുന്നത്. ഇത് കെട്ടെടുക്കാനും അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. എന്നാലും ബാക്കി ഉള്ളതെല്ലാരും അങ്ങനെ തന്നെ പോകും. അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ അതൊരു ഭാഗ്യം തന്നെയല്ലേ. പിന്നെ അത് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അതിന്റെ ഒരു ടൈമിംഗ് മാറി. അല്ല, സീഡിയുടെ ട്രെൻഡിന്റെ സമയത്തായിരുന്നു അത്. ഞാൻ ചെയ്യുന്നത് 2003 ചിരിതൂക്കി കളിയാടി വാവാകണ്ണയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ അതൊരു കണ്ടിന്യൂസ് പരിപാടികളായിരുന്നത്. സീഡിയുടെ ട്രെൻഡും വന്നു. അത് നല്ലൊരു അനുഭവമാണ്. അങ്ങനെ അത്രയും സ്ഥലങ്ങളും അത്രയും പാട്ടുകളും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എണ്ണി വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഏകദേശം ആൽബം എത്രത്തോളം ചെയ്തിട്ടുണ്ടാവാം എണ്ണം പറയുകയാണെങ്കിൽ? എണ്ണം പറയുകയാണെങ്കിൽ മലയാളം, തമിഴിൽ ഞാൻ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് എണ്ണോ അല്ല, 500-ന് മേലുണ്ടാവും ഉറപ്പായിട്ടും. 500-ന് മേലെ ആൽബം ചെയ്താലും എനിക്കറിയില്ല. അല്ല, അന്ന് വേറൊരു പരിപാടിയില്ലല്ലോ. ഇത് ഒരു സീസൺ കഴിയാൻ നേരത്ത്, അയ്യപ്പ സീസൺ ആയ നേരത്ത് അതിന്റെ തുടങ്ങും. അയ്യപ്പ ഭക്തിഗാനം തന്നെ 100ഓളം ചെയ്തിട്ടുണ്ടാവും. മലയാളത്തിൽ കുറെ പാട്ടുകൾ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. തമിഴ് പാട്ടുകൾ, തമിഴിൽ മലയാളത്തിൽ ചില പാട്ടുകൾ റീമേക്ക് ചെയ്ത് വന്നിട്ടുള്ളതിന്റെ വിഷ്വലൈസേഷൻ അതും ചെയ്തിട്ടുണ്ട്. അത് കുപ്പുസ്വാമിയുടെ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. SP സാർ പാടിയിട്ടുണ്ട്. പിന്നെ പമ്പയില ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണാടി ചില്ലോലി. അത് തമിഴ് വെർഷനിൽ നിഴൽകൾ രവി, അതായത് കക്ക രവി, പുള്ളിയാണ് അഭിനയിച്ചത്. പിന്നെ ശരവണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. അത് പരുത്തി വീരനിൽ കാർത്തിക ചിറ്റപ്പനായിട്ടാണ് അഭിനയിച്ചത്. അയാളുടെ ഒരു പാട്ടുകൾ, അങ്ങനെ കുറച്ച് തമിഴിൽ കുറേ അധികം ചെയ്തിട്ടുണ്ട്. ശരിക്കും ലൊക്കേഷൻസ് എന്ന് ഓർക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ശബരിമല പോയതുപോലെ ലൊക്കേഷൻസ് മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഏതൊക്കെയാണ് ഇത്തരം പാട്ടുകൾ വിഷ്വൽ ചെയ്യുമ്പോഴുള്ള? ഓൾമോസ്റ്റ് കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത് അതിരപ്പള്ളിയാണ്. മലയും വെള്ളച്ചാട്ടവും ആ കാടുകളൊക്കെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ പാലക്കാട് എരുമേലി അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. അമ്പലം ലാൻഡ്മാർക്കുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ തന്നെ പോയാ ചെയ്തത്. ശബരിമലയായി പോലും പമ്പയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സീസൺ അല്ലാത്ത സമയത്താണ് പോയി ചെയ്യുന്നത്. ബാക്കിയുള്ള ആംബിയൻസ് നമ്മൾ കൊണ്ടുപോകും. ആ സമയത്ത് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ലൊക്കേഷൻസ് ഇവിടെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ ടീമിൽ തന്നെ ഇപ്പോൾ എഡിറ്റ് കുറേ മെന്റോസ് ആന്റണി രഞ്ജിത്ത് ടച്ച് റിവർ ചെയ്തിട്ടുണ്ട്, ശ്യാം ശശിധരൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ക്യാമറമാരാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 8 പാട്ടൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ 8 ക്യാമറമാരെ തന്നെ വെക്കുള്ളൂ. എല്ലാവരും നല്ല ടെക്നീഷ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടിയത്. അതും വളരെ ഭാഗ്യമാണ്. നല്ല ക്യാമറമാരെയും ടെക്നീഷ്യൻസിനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. ജിബു ജേക്കബ്, സതീഷ് കുറുപ്പ്, വിനോദ് ഇല്ലമ്പള്ളി, അനിൽ നായർ, KP നമ്പ്യാതിരി, അങ്ങനെ അന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അതിലെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ അയ്യപ്പ ഭക്തിഗാനം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു നിർബന്ധമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ? ഇങ്ങനെയൊക്കെ വേണം ഒരു വർക്കിൽ, അതായത് പരമാവധി റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക, പുതുമകൾ കൊണ്ടുവരിക. അതിലെന്തായിരുന്നു ഒരു സമീപനം? സമീപനം എന്ത്, പാട്ടുകളെല്ലാം ഏകദേശം ഐഡിയൽ കാരണം ഈ പാട്ടിൻ്റെ പ്രത്യേകത നമുക്കുണ്ടായിരുന്നു. ഓരോ സീസണിലെ പാട്ടുകൾ നല്ല മാറി മാറി കിട്ടി. അത് തന്നെ ഏറ്റവും വലിയ സംഭവം. ബാക്കിയൊരു വിഷ്വലിന് പിന്നെ പ്രകൃതി ഭംഗി, അങ്ങനെയുള്ള ആംബിയൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ കൊണ്ടുവരാം. എനിക്ക് നല്ലൊരു മോർണിംഗ് ബ്യൂട്ടിയുള്ള പാട്ടാണ് തോന്നുന്നു, സുധീഷ് ചേട്ടൻ്റെ അഭിനയിച്ചില്ല, മാക്സിമം നമ്മൾ ഏർലി മോർണിംഗ് ഷൂട്ട്. നൈറ്റ് മോഡും ഉണ്ട്.
എനിക്കത് നൈറ്റൊക്കെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്യാവുന്നത്. എന്തായാലും ഒരു തലമുറയ്ക്ക്, അതായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ 2000-2010 വരെയുള്ളൊരു കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾക്കും അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ആളുകൾക്കും കാണാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, മനസ്സിൽ വളരെയധികം അയ്യപ്പ ഭക്തിയുടെ നിറവ് സമ്മാനിക്കാവുന്ന ഒരുപാട് ദൃശ്യ ഉപഹാരങ്ങൾ പകർന്നു തന്നതിന് നന്ദി. പ്രിയ സംവിധായകൻ ലിൻസൺ കണ്ണവാലിക്ക് താങ്ക് യു. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സ്വാമി ശരണം. സ്വാമി ശരണം.